ഇഞ്ചിഞ്ചായി കൊല്ലുന്ന പലിശക്കിണിയിൽ കഴിഞ്ഞ ദിവസം ജീവൻ നഷ്ടമായത് ഒരു വ്യാപാരിക്ക്. തൃശൂർ ഗുരുവായൂരിൽ കൊള്ളപ്പലിശയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ പലിശക്കാർക്കെതിരെ കേസെടുത്തു. നെന്മണി സ്വദേശി പ്രഹ്ലേഷ്, കണ്ടാണിശ്ശേരി സ്വദേശി വിവേക് ദാസ് എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തത്. പ്രഹ്ലേഷ് കൂടുതൽ പേരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. വ്യാപാരി മുസ്തഫയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പലിശയുടെ പേരിൽ പ്രഹ്ലേഷ്, വിവേക് എന്നിവർ ഭീഷണിപ്പെടുത്തിയതായി എഴുതിയിരുന്നു. എന്നാൽ ഇവർക്കെതിരെ പോലീസ് ആദ്യം കേസെടുത്തിരുന്നില്ല. ഇത് സംബന്ധിച്ച വാർത്ത വന്നതിന് പിന്നാലെ മുസ്തഫയുടെ കുടുംബത്തിന്റെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തി. തൊട്ടു പിന്നാലെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത്. നെന്മിടി സ്വദേശി പ്രഹ്ലേഷ്, കണ്ടാണിശ്ശേരി സ്വദേശി വിവേക് ദാസ് എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് പോലീസ് കേസെടുത്തത്. ഇരുവരും ഒളിവിലാണ്. പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്താനും രേഖകൾ പിടിച്ചെടുക്കാനും അന്വേഷണ സംഘം നടപടി ആരംഭിച്ചു. ഇതിനിടെ മുസ്തഫയുടെ മരണത്തിന് ശേഷവും ഗുണ്ടാസംഘം മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. പണം തിരിച്ചടച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് പ്രഹ്ലേഷിന്റെ ഭീഷണി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഗുണ്ടാസംഘം ഭീഷണി സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഈ മാസം 10-നാണ് ഗുരുവായൂർ സ്വദേശി മുസ്തഫ ജീവനൊടുക്കിയത്. 6 ലക്ഷം രൂപ കടമെടുത്ത മുസ്തഫ 40 ലക്ഷം നൽകിയിട്ടും ഭീഷണി തുടരുകയായിരുന്നു. റിപ്പോർട്ടർ, തൃശൂർ.